ഹായ് ഓൾ. കൽക്കി. ഈ സിനിമ റിലീസായത് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിലൊരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു. എന്നിരുന്നാലും ഞാൻ ഈ സിനിമ കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഫ്യൂച്ചറിൽ നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തെ ടെക്നോളജി, അവിടുത്തെ മനുഷ്യരുടെ ജീവിതം ഒക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ സ്റ്റാർ വാർസ്, ഡ്യൂണ്, ഗാലക്സി ഓഫ് ഗാർഡിയൻ, മാട്രിക്സ്, പ്രൊമത്യൂസ് എന്നീ സിനിമകൾ കണ്ടവർക്കറിയാം ഫ്യൂച്ചറിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണെന്ന്. ആ സിനിമകൾ കണ്ടവർക്ക് മാത്രമേ ഈ സിനിമകൾ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൂ. അല്ലാത്തവർക്ക് ഈ സിനിമ ഇഷ്ടമാകാൻ ചാൻസ് ഇല്ല. ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ ഇതിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് മഹാഭാരതത്തിലെ കുരുക്ഷേത്ര ഭൂമിയാണ്. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. രണഭൂമിയിൽ അശ്വത്ഥമാവ് ഇരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ അങ്ങോട്ട് വന്ന് പുള്ളിയോട് പറയുകയാണ്, ഇനി കലിയുഗമാണ് വരുന്നത്. അതിന്റെ അവസാനത്തിൽ പുള്ളി വീണ്ടും ജന്മമെടുക്കും. ആ സമയത്ത് കൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് പുള്ളി അവിടുന്ന് യാത്രയാവുകയാണ്. പിന്നീട് ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. അവിടെയാണ് പ്രഭാസ്, ശോഭന, ദീപിക പദുക്കോൺ എന്നിവരെ കാണിക്കുന്നത്. കൂടാതെ ഇതിൽ ഒരുപാട് പാൻ ഇന്ത്യൻ സ്റ്റാർസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ദുൽഖർ സൽമാൻ ഉണ്ട്, വിജയ് ദേവരക്കൊണ്ട ഉണ്ട്, പിന്നെ ഗസ്റ്റ് റോളായിട്ട് രാജമൗലിയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇതിൽ പ്രഭാസിന്റെ ഇൻട്രൊഡക്ഷൻ സീനൊക്കെ കുറച്ച് ഓവറായ പോലെ തോന്നി. പിന്നെ പ്രഭാസിന്റെ ക്യാരക്ടറിന്റെ നെയിം ഭൈരവ എന്നാണ്. പുള്ളിക്കൊരു റോബോട്ടിക് അസിസ്റ്റന്റ്, ബുജി എന്നാണ് പുള്ളിയുടെ പേര്. ഈ ബുജിയും ഭൈരവയും തമ്മിലുള്ള ചില സംഭാഷണമൊക്കെ നമുക്ക് വല്ലാതെ ബോറടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. ഫ്യൂച്ചറിൽ ഭൂമിയിലെ ഒരുവിധം സ്ഥലങ്ങളെല്ലാം മരുഭൂമി പോലെ ആയിട്ടുണ്ടാവും. ജീവൻ നിലനിൽക്കുന്ന അവസാനത്തെ സിറ്റി ആയിട്ടാണ് കാശി കാണിക്കുന്നത്. അവിടെയാണ് പ്രഭാസ് ഉള്ളത്. അതിനടുത്തുള്ള മറ്റൊരു സിറ്റിയാണ് ചാമ്പൽ. ഈ രണ്ട് സിറ്റിക്ക് മുകളിലായിട്ടാണ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ മറ്റൊരു സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അവിടെ പ്രോജക്റ്റ് കെ എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ട്. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിനോട് അടുക്കുമ്പോൾ ഈ പ്രോജക്റ്റ് കെ കാശിയും ചാമ്പൽ എന്ന സിറ്റിയുമായിട്ട് കണക്ട് ആകുന്നുണ്ട്. അവിടെ തൊട്ട് സിനിമ ഒരു ത്രില്ലർ അനുഭവമാണ് നൽകുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് അമിതാഭ് ബച്ചന്റെ പെർഫോമൻസ് തന്നെയാണ്. ഒരു രക്ഷയുമില്ല. സെക്കൻഡ് ഹാഫിൽ ഓൾമോസ്റ്റ് പുള്ളി തന്നെയാണ് സ്കോർ ചെയ്യുന്നത്. പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ പ്രഭാസിന്റെ പെർഫോമൻസും ഒരു രക്ഷയുമില്ല. പ്രഭാസും അമിതാഭ് ബച്ചനും തമ്മിൽ രണ്ട് ഫൈറ്റ് സീൻസ് ഉണ്ട്. രണ്ടും അടിപൊളിയാണ്. പിന്നെ മലയാളത്തിൽ നിന്നും ശോഭനയെ കൂടാതെ അന്നാബെന്നുമുണ്ട്. അവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. പിന്നെ ഇതിന്റെ VFX അതിഗംഭീരമാണ്. പിന്നെ അതുപോലെ തന്നെ BGM-ഉം മസ്റ്റ് തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലൈമാക്സ് തന്നെയായിരുന്നു. വേറെ ലെവലായിരുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഇന്ത്യൻ സിനിമകൾ ക്വാളിറ്റി വൈസ് ഹോളിവുഡ് ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ അതിനൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഡ്യൂണ്, പ്രൊമത്യൂസ്, ഗാലക്സി ഓഫ് ഗാർഡിയൻ, മാട്രിക്സ്, സ്റ്റാർ വാർസ് എന്നീ സിനിമകൾ കണ്ടവർക്ക് മാത്രമേ ഈ സിനിമ ഇഷ്ടമാവാൻ ചാൻസ് ഉള്ളൂ. അല്ലാത്തവർക്ക് ഇത് അത്ര ദഹിക്കാൻ ചാൻസ് ഇല്ല. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പുതിയൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.